നമസ്കാരം, ഞാൻ ദീപ്തി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. മുഖ്യന്റെ മറുപടി. UDF സർക്കാരിന്റെ കാലത്ത് പ്രതിപക്ഷ നേതാവായതിൽ ലജ്ജിക്കുന്നു എന്ന VSന്റെ പ്രസ്താവനയ്ക്ക് മുഖ്യന്റെ മറുപടി. VSനൊപ്പം പ്രവർത്തിക്കുന്നതിൽ താൻ അഭിമാനിക്കുന്നു എന്ന് ഉമ്മൻചാണ്ടി. അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ട് ഇനി ആർക്കൊപ്പം വേണമെങ്കിലും പ്രവർത്തിക്കാമെന്നും പരിഹാസം. ബാർക്കോഴ സോളാർ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മുഖ്യനെതിരെ VS ആക്ഷേപം ഉന്നയിച്ചത് കഴിഞ്ഞ ദിവസം. VSന്റെ പരാമർശത്തിൽ ഉമ്മൻചാണ്ടിയുടെ മറുപടി ഇന്ന് നടന്ന നന്ദി പ്രമേയ ചർച്ചയ്ക്കിടെ. പ്രതീക്ഷ കെട്ടു, പ്രകാശം പൊലിഞ്ഞു. രാജ്യത്തിന്റെ പ്രാർത്ഥനകൾ വിഫലമാക്കി ഹനുമന്തപ്പ മരണത്തിന്റെ തണുപ്പിലേക്ക് വിടവാങ്ങി. സിയാച്ചിൻ ഹിമദുരന്തത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ഡൽഹിയിലെ ആശുപത്രിയിൽ 2 ദിവസമായി ജീവനും മരണത്തിനുമിടയ്ക്ക് പോരാടുകയും ചെയ്ത ധീര സൈനികന്റെ വിയോഗം 11:45 RR ആശുപത്രിയിൽ. ചൊവ്വാഴ്ച ഉച്ചയോടെ സിയാച്ചിനിൽ നിന്ന് ഡൽഹിയിലെത്തിച്ച ഹനുമന്തപ്പയുടെ ആരോഗ്യനില അപ്പോൾ മുതൽ ഗുരുതരമായി തുടരുകയായിരുന്നു. മഞ്ഞുപാളികൾക്കിടയിൽ 30 അടിയോളം താഴ്ചയിൽ 6 ദിവസം അകപ്പെട്ട ജവാന്റെ മരവിച്ചുപോയ ആന്തരാവയവങ്ങൾ പ്രവർത്തനക്ഷമമാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും വിഫലമായി. വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഹനുമന്തപ്പയുടെ കരളും വൃക്കകളും പൂർണ്ണമായും സ്തംഭിച്ചു. ശ്വാസതടസ്സം കൂടിയായതോടെ മരണം രാഷ്ട്രത്തിന്റെ ധീരപുത്രനെ മടക്കി വിളിച്ചു. സിയാച്ചിനിൽ ഹനുമന്തപ്പ ഉൾപ്പെടെ 10 സൈനികരുടെ മരണത്തിനിടയാക്കിയ ദുരന്തം സംഭവിച്ചത് കഴിഞ്ഞ ബുധനാഴ്ച. സമ്മേളനങ്ങളിൽ മുങ്ങി തലസ്ഥാനം. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള കുമ്മനത്തിന്റെയും കുഞ്ഞാലിക്കുട്ടിയുടെയും കേരള പര്യടന യാത്ര ഇന്ന് തലസ്ഥാനത്ത് സമാപിക്കും. പൂജപ്പുര മൈതാനത്ത് വൈകിട്ട് നടക്കുന്ന വിമോചന യാത്രയുടെ സമാപന സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്യും. ഇടതു വലതു മുന്നണികളുടെ ഭരണവിരുദ്ധ വികാരം ഉയർത്തിക്കാട്ടി കുമ്മനം രാജശേഖരൻ കാസർഗോഡ് ഉപ്പളയിൽ നിന്ന് യാത്ര തുടങ്ങിയത് ജനുവരി 20-ന്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നേടിയ വിജയം ഇക്കുറി നിയമസഭയിലേക്കും ആവർത്തിക്കുമെന്ന് BJP. പാണക്കാട് തങ്ങളുടെ അധ്യക്ഷതയിൽ ശംഖുമുഖം കടപ്പുറത്ത് നടക്കുന്ന കേരള യാത്രയുടെ സമാപന സമ്മേളനം മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പ്രൊഫസർ ഖാദർ മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യും. ആത്മഹത്യ ചെയ്ത ദളിത് വിദ്യാർത്ഥി രോഹിത് വെമുലയുടെ അമ്മ രാധികയും സഹോദരനും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ലീഗ് നേതാക്കൾ. UDF തുടർഭരണത്തിന്റെ സന്ദേശം ഉയർത്തി മഞ്ചേശ്വരത്ത് നിന്ന് കുഞ്ഞാലിക്കുട്ടി യാത്ര തുടങ്ങിയത് ജനുവരി 24-ന്. കുടുക്കാൻ ഗൂഢാലോചന. P. ജയരാജനെതിരായ CBI നടപടിയിൽ ഗൂഢാലോചന ആവർത്തിച്ച് പിണറായി വിജയൻ. കേസിൽ അന്വേഷണ ഏജൻസി നടപ്പാക്കുന്നത് RSS അജണ്ട. സംഘടനാ നേതൃത്വം അമിത്ഷായ്ക്ക് കത്തെഴുതിയത് ജയരാജനെ കുടുക്കാനെന്നും ആരോപണം. മരണത്തിൽ തീരാത്ത മൊഴി. ഇസ്രത്ത് ജഹാൻ ലഷ്കർ ചാവേർ എന്ന നിർണായക വെളിപ്പെടുത്തലുമായി ഡേവിഡ് കോൾമാൻ. 2004-ലെ ഗുജറാത്ത് വ്യാജ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ഇസ്രത്ത് ഭീകര സംഘടനയിലെ കണ്ണിയെന്ന് തന്നോട് പറഞ്ഞത് സക്കിയൂർ റഹ്മാൻ ലഖ്വി എന്നും മൊഴി. മുംബൈ ടാഡ കോടതിയിൽ വീഡിയോ കോൺഫറൻസ് വഴി നടക്കുന്ന മൊഴിയെടുക്കൽ സാങ്കേതിക തകരാറിനെ തുടർന്ന് ഇന്നലെ മുടങ്ങിയിരുന്നു. 2008-ലെ മുംബൈ ഭീകരാക്രമണം ആസൂത്രണം ചെയ്ത് ലഷ്കർ-ഇ തോയ്ബയ്ക്ക് സാമ്പത്തിക സഹായം നൽകിയത് പാക് ചാരസംഘടനയെന്നും കോൾമാൻ. കേസിൽ മാപ്പുസാക്ഷിയായ ഹെഡ്ലി മുംബൈ ആക്രമണത്തിന് മുൻപ് 7 തവണ ഇന്ത്യയിലെത്തി ലക്ഷ്യസ്ഥാനങ്ങൾ വീഡിയോയിൽ പകർത്തിയിരുന്നു. പുതിയ വെളിപ്പെടുത്തലുകൾ തീവ്രവാദി ആക്രമണത്തിൽ പാകിസ്ഥാന്റെ ഔദ്യോഗിക ഏജൻസികൾക്ക് പങ്കില്ലെന്ന ഷെരീഫ് സർക്കാരിന്റെ വാദത്തിന് തിരിച്ചടി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.